ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കപ്പൊരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെയാണ്. അപ്പോൾ പരമാവധി എല്ലാവരും ചക്ക കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ചക്കപ്പൊരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 10 ചുള വരിക്കച്ചക്ക, ഒരു ചുളയെ 4 പീസാക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. വരിക്കച്ചക്ക കൊണ്ട് ചക്കപ്പൊരി ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ റവ, പിന്നെ ഒരു നുള്ളു ഉപ്പ്, പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം പഞ്ചസാര, പിന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കണം മാവ് ഉണ്ടാവേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകുമെന്ന് സംശയം ഉണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താലും മതിയാവും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓരോ ചക്ക കഷ്ണങ്ങൾ നമുക്ക് മാവിൽ മുക്കിയിട്ട് നേരെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവുമ്പോഴാണ് നമ്മൾ ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പലഹാരത്തിൽ എണ്ണ നന്നായി കുടിക്കും. അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞ് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ അരിപ്പൊടിയും റവയൊക്കെ ചേർക്കുന്നത് നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ചക്ക നന്നായി പഴുത്ത ചക്ക എടുക്കുകയാണെങ്കിൽ നമ്മളിത് പൊരിച്ച് വരുമ്പോഴേക്കും ഉള്ളിലൊക്കെ അതിങ്ങനെ വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരിടത്തരം പഴുപ്പുള്ള ചക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ശരിക്കും നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നമുക്കിതിനെ പൊരിച്ചെടുക്കാം. ആ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചെറു ചൂടോട് കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.